അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മൾ വീഡിയോയിൽ നോക്കുന്നത് 3-ാം ക്ലാസ് അഖീദയിലെ കുറച്ച് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. അതിൻ്റെ ഉത്തരങ്ങളും പറയുന്നുണ്ട്. ആദ്യത്തെ പ്രവർത്തനം വ്യക്തമാക്കാം. 1. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ. ഖുർആൻ ഓതാത്ത സത്യവിശ്വാസിയുടെ ഉപമ ഏതുപോലെയാണെന്നാണ് പറഞ്ഞത്? ഈത്തപ്പഴം. 2. വിശുദ്ധ ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലുകളുടെ എണ്ണം. എത്ര മുർസലുകളുണ്ട്? 25 മുർസലുകൾ. ചോദ്യം 3. സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാകുന്നു? നബിമാർ. 4. നബിമാർ. ആരാണ് നബിമാർ? ഉത്തരം: വഹി എന്ന ദിവ്യ സന്ദേശം നൽകി മനുഷ്യരിൽ നിന്ന് അള്ളാഹു പ്രത്യേകം തിരഞ്ഞെടുത്തവർക്കാണ് എന്തു പറയാ? നബിമാർ എന്ന് പറയാം. 5. ചോദ്യം: തിന്മയുടെ പ്രതിഫലം. തിന്മ ചെയ്താലുള്ള പ്രതിഫലം എന്താണ്? ഭയാനകമായ നരകം. 2. പ്രവർത്തനം: യോജിച്ചവ ചേർക്കാം. ഇടതുഭാഗത്തു നിന്ന് യോജിച്ചത് എഴുതി കൊടുക്കുക. 1. നരകത്തെ കാക്കുന്ന മലക്കിൻ്റെ പേര് ഏതാണ്? മാലിക് അലൈഹിസ്സലാം. 2. മയ്യിത്തിനെ ഖബറിൽ എഴുന്നേൽപ്പിച്ചിരുത്തും. ആരാണ് മയ്യിത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തുക ഖബറിൽ? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. 3. തൗറാത്തിൻ്റെ ഭാഷ. ഏത് ഭാഷയിലാണ് തൗറാത്ത്? ഇബ്രാനി ഭാഷ. 4. സബൂറിൻ്റെ ഭാഷ. സബൂർ എന്ന ഗ്രന്ഥം ഏത് ഭാഷയിലാണ്? യൂനാനി ഭാഷ. 5. ഇഞ്ചീലിൻ്റെ ഭാഷ. അത് സുരിയാനി. ഈ കൊടുത്ത ഈ ഗ്രന്ഥങ്ങൾ ചിലപ്പോൾ അത് ആർക്കാണ് നൽകപ്പെട്ടത് എന്ന് ചോദിക്കും. അപ്പോൾ അവരുടെ പേരായിരിക്കും, നബിമാരുടെ പേരായിരിക്കും എഴുതേണ്ടി വരിക. 6. വിശ്വസിച്ചവനാണ്. വിശ്വസിച്ചവൻ എന്ന് പറയും, മുഅ്മിൻ എന്ന് പറയും, അതായത് സത്യവിശ്വാസി എന്ന്. 7. അള്ളാഹു ഇറക്കിയ ഏടുകൾ. അതെത്രയാണ്? 100 ഏടുകളാണ്. 8. ഈമാൻ കാര്യങ്ങൾ. എത്രയാണ് ഈമാൻ കാര്യം? 6 അപ്പോൾ ഇങ്ങനെയൊക്കെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം അറിയുന്ന ഉത്തരം എടുത്ത് എഴുതണം. അറിയാത്തത് എടുത്ത് എഴുതരുതേ. പിന്നീടത് വെട്ടി പിന്നീട് മാറ്റി തിരുത്തേണ്ടി വരും. അതൊന്നും അവസരം ഉണ്ടാക്കരുത്. ആദ്യം അറിയുന്ന ഉത്തരങ്ങൾ, ഏത് പ്രവർത്തനത്തിലെ ഏത് ഉത്തരം അറിയെങ്കിൽ അതൊക്കെ ഫുള്ള് കഴിച്ച ശേഷം അറിയാത്തതിന് വേണ്ടി മാത്രം സമയം ചിലവഴിക്കുക. ഇനി അടുത്ത പ്രവർത്തനമാണ് പൂർത്തിയാക്കാം. 1. സൂർ എന്ന കാഹളത്തിൽ ഊതാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കാണ് ഡാഷ്. ഇസ്രാഫീൽ. അതിൽ തന്നെ ഇസ്രാഫീൽ അലൈഹിസ്സലാം ഒന്നാമത്തെ സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ ഒന്നാമത്തെ ഊത്തിൽ എന്താണ് സംഭവിക്കുക എന്ന് ചോദിക്കും. അതുപോലെ രണ്ടാമത്തെ ഊത്തിൽ എന്താണ് സംഭവിക്കുക? ഇതേതെങ്കിലും ഒരു ചോദ്യം വരാം. 2. എല്ലാ സ്വഭാവങ്ങളുടെയും ഉത്തമ മാതൃകയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതും അധികം പരീക്ഷകളിൽ വരുന്നതാണ്, സിമ്പിൾ ചോദ്യങ്ങളിലാണ്. 3. പോരായ്മയിൽ നിന്നെല്ലാം അള്ളാഹു ഡാഷ് പരിശുദ്ധനാണ്. 4. ഓരോ മനുഷ്യരുടെയും വലതു ഇടതു ഭാഗങ്ങളിൽ ഉള്ള മലക്കുകളാണ്. ഏത് മലക്കാണ് മനുഷ്യരുടെ വലത് ഇടതു ഭാഗങ്ങളിലുള്ളത്?
റഖീബ്, അതീദ്. ഇനി ഉത്തരം എഴുതാം. ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ എഴുതി കൊടുക്കാം. 1. പിശാച് ഓടി രക്ഷപ്പെടുന്ന വീട് ഏതാണ്? സിമ്പിൾ ചോദ്യമാണ്. അൽബക്കറ ഓതുന്ന വീട്ടിൽ അല്ലേ, അവിടുന്ന് ഓടി രക്ഷപ്പെടും. 2. മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? അത് ഉലുൽ അസ്ം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉലുൽ അസ്ം ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ അവിടെ പേര് എഴുതുക. ഇനി 3. അള്ളാഹു കിതാബുകളും ഏടുകളും ഇറക്കി എന്തിനു വേണ്ടിയാണ് അള്ളാഹു കിതാബുകളെയും ഏടുകളെയും ഇറക്കിയത്? അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും മറ്റും വിവരിക്കുന്നതിന് വേണ്ടി. 2 വീതം എഴുതാം. 1. ഏടുകൾ ലഭിച്ച മുർസലുകൾ. ആ ഏടുകൾ ലഭിച്ച മുർസലുകൾ ഈ 2 ഉദാഹരണം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. 1. ആദം നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഷീത്ത് നബി അലൈഹിസ്സലാം, ഇദ്രീസ് നബി അലൈഹിസ്സലാം. ഇതിന് പകരം ചിലപ്പോൾ ആദം നബിക്ക് എത്ര ഏട്, ഇബ്രാഹിം നബിക്ക് എത്ര ഏട്, ഷീത്ത് നബിക്ക് എത്ര ഏട്, ഇദ്രീസ് നബിക്ക് എത്ര ഏട്, ഇങ്ങനെയും ചോദിക്കട്ടോ. ആ കണക്ക് ഒന്ന് പഠിച്ചു. 2. അംബിയ മുർസലുകളുടെ വാജിബായ സിഫത്തുകൾ. ഉണ്ടാവൽ നിർബന്ധമായ സിഫത്ത് ഏതൊക്കെയാണ്? സിദ്ഖ്, സത്യം പറയുക, അമാനത്ത്, വിശ്വസ്തത, ഫത്താനത്ത്, ബുദ്ധി കൂർമ്മത, തബ്ലീഗ്, എത്തിച്ചു കൊടുക്കുക. ഇതൊക്കെയാണ്. 3. അംബിയ മുർസലുകളുടെ മുസ്തഹീലായ സിഫത്തുകൾ. അതായത് ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സിഫത്തുകൾക്കാണ് മുസ്തഹീലായ സിഫത്തുകൾ എന്ന് പറയുന്നത്. 1. കദിബാണ്, കളവ് പറയാം. 2. ഖിയാനത്ത്, വഞ്ചന. 3. ബലാദത്ത്, ബുദ്ധിമാന്ദ്യം എന്ന് പറയും. 4. കിത്മാൻ, മറച്ചു വെക്കുക. അവസാനത്തെ ചോദ്യമാണ് ഈമാൻ കാര്യങ്ങൾ. 1. അള്ളാഹുവിൽ വിശ്വസിക്കുക. 2. അള്ളാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കുക. 3. അള്ളാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കുക. 4. അള്ളാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കുക. 5. അവസാന നാളിൽ വിശ്വസിക്കുക. 6 ഉണ്ട് അല്ലേ? അതിൽ 6 അത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.